യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുവാനൊരുങ്ങുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, സകലരെയും ഏറെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കരുതുക, വിശ്വസിക്കുക, ഞാനിന്ന് വലിയൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു, ഞാനൊരു സൗഖ്യം പ്രതീക്ഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് ഞാനൊരു നന്മയെ, ഒരു വിടുതലിനെ, ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹത്തെ, ഒരനുഭവത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ്, ദൈവം ചേരുന്നതിനെ നമുക്ക് നൽകാൻ കരുതി വച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തെങ്കിലും നൽകാനല്ല, ഓരോരുത്തർക്കും ചേരുന്നതാണ് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത്. ചേരുന്നത്, ഞാനതിനൊരു മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. പുറത്ത് ജോലി ചെയ്ത ഒരു പിതാവ്, ഒരപ്പൻ, 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അവർക്ക് കൊണ്ടുവരുന്നത്, അവർക്ക് ഡ്രസ്സ്, അവരുടെ കയ്യെ കെട്ടാനുള്ളത്, തലയെ കുത്താനുള്ളത്, ധരിക്കാനുള്ളത്. അദ്ദേഹം മനസ്സിൽ കരുതിയൊരു വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതെൻ്റെ മൂത്തയാൾക്ക് നന്നായിട്ട് ചേരും, ഇത് രണ്ടാമത്തെ ആൾക്ക് നന്നായിട്ട് ചേരും. അപ്പം മക്കളെ സ്നേഹിക്കുന്നൊരു പിതാവ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് അവർക്ക് ചേരുന്നതാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവത്തിൻ്റെ മനസ്സും ഇങ്ങനെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന നല്ല ദൈവം നമുക്ക് നൽകുന്നത് ചേരുന്ന അനുഗ്രഹങ്ങളാണ്. ചേരുന്നത്, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാണ്, എനിക്ക് ചേരുന്നതിനെ ദൈവം തരാൻ എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ചേരുന്നത്, ചേരുന്ന ജോലി, ചേരുന്ന ബന്ധം, ചേരുന്ന ഭവനം, ചേരുന്നത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരാൻ ദൈവം കരുതിയിട്ടുണ്ട്. അത് വിശ്വസിച്ച് ഈ വചനത്തിലൂടെ അത് മനസ്സിലാക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുമല്ല, ചേരുന്നത് കൊടുക്കാൻ കരുതി വച്ചിരുന്നു. വായിക്കാം 22-ാമത്തെ വാക്യം. പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. ഏതെങ്കിലും ഒരു വസ്ത്രമല്ല, അവന് വേണ്ടി അവന് ചേർന്നത് കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടി കരുതിയത് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കണം. അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. മോതിരത്തിനും ചെരുപ്പിനുമൊക്കെ 1-2 പ്രത്യേകതയുണ്ട്, പല അളവുകളിലുള്ളതുണ്ട്. മോതിരം ചില വിരലിൽ അത് കയറില്ല, അളവ് കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലൂസായിരിക്കും, ചിലപ്പോൾ അത് കയറില്ല, അതിന് പറ്റിയതായിരിക്കണം. ചെരുപ്പായാലും അങ്ങനെയാണ്. ഈ വചനം വായിച്ചപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, തകർന്ന് തരിപ്പണമായി എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് അവന് കൊടുത്തത് ഏതെങ്കിലും ഒരു മോതിരമോ, ഏതെങ്കിലും ഒരു ചെരുപ്പോ, ഏതെങ്കിലും ഒരു വസ്ത്രമോ അല്ല. അങ്ങനെ ആയിരുന്നേ പറഞ്ഞേനെ, അപ്പാ എനിക്ക് ഈ മോതിരം കയറത്തില്ല, ഈ മോതിരം ഭയങ്കര ലൂസാണ്, ഈ ചെരുപ്പ് കൊള്ളത്തില്ല, ഇത് മാറ്റി മേടിക്കണം, ഈ വസ്ത്രം എനിക്ക് കൊള്ളത്തില്ല, ഇത് കയറുന്നില്ല, ഇതിടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞേനെ. അപ്പോൾ അപ്പൻ കരുതി വച്ചത് അവന് ഏറ്റവും ചേർന്നതാണ്, ചേരുന്നതാണ്. അവൻ്റെ വിരലിന്, കാലിന്, ശരീരത്തിന് ചേരുന്നതാണ്.
അതിനുശേഷം എഴുതിയിട്ടുണ്ട്, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. ആകെ ഒരാളെ തിരിച്ചു വന്നിട്ടുള്ളൂ. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ 2 കിലോ ഇറച്ചി മേടിച്ചാൽ പോരെ, ഒരു കാളക്കുട്ടിയെ കൊല്ലേണ്ട കാര്യമുണ്ടോ? അപ്പനറിയാം, കുറേ നാളായി ഇവൻ നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വായ്ക്ക് രുചിയുള്ളതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കണം. അവൻ ഏറ്റവും ചേരുന്ന മോതിരം, ചേരുന്ന ചെരുപ്പ്, ചേരുന്ന മേൽത്തരം വസ്ത്രം എല്ലാം ഏറ്റവും ചേരുന്നതിനെയാണ് അവൻ്റെ കയ്യിലേക്ക് ദൈവം ആ അപ്പൻ കൊടുത്തത്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി നൽകുന്നത് എന്തെങ്കിലുമല്ല. മനുഷ്യർ പോലും അങ്ങനെയല്ല, ഏറ്റവും ചേരുന്നത് കൊടുക്കാൻ ആഗ്രഹിക്കും. ചില ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പം ചേരുന്നതാ നമ്മുടെ മനസ്സിലറിയാം, ഇദ്ദേഹത്തിന് ആ കളറ് ചേരും, ആ ടീഷർട്ട് ചേരും, ആ പാൻസ് ചേരും, ആ ചുരിദാർ ചേരും. ചേരുന്നത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും, ഇഷ്ടമുള്ളത് വിളമ്പാൻ നമ്മൾ ആഗ്രഹിക്കും. ഏതെങ്കിലും ഒരു ഭക്ഷണമല്ല, പുള്ളിക്ക് ഇന്ന ഭക്ഷണമാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ചായയാണ് ഇഷ്ടം, പുള്ളിക്ക് കാപ്പിയാണ് ഇഷ്ടം, പുള്ളിക്ക് ബ്രൂ കോഫിയാണ് ഇഷ്ടം. ഇഷ്ടമുള്ളത്, അവർക്കിഷ്ടമുള്ളത് നമ്മൾ കരുതുന്നത്, കൊടുക്കുന്നത്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിനും ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും തരികയല്ല, ഏതെങ്കിലുമൊക്കെ തന്ന് ഒഴിവാക്കി വിടുകയല്ല. ഓരോരുത്തർക്കും ചേരുന്നതിനെ ചേർത്ത് വയ്ക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ അത് കരുതിയിട്ടുണ്ട്. ചില നല്ല ജോലി നിനക്ക് ചേരുന്നതാണ്, ആ വാഹനം നിനക്ക് ചേരുന്നതാണ്, ആ വീട് നിനക്ക് ചേരുന്നതാണ്, ആ ബന്ധം നിനക്ക് ചേരുന്നതാണ്, ആ ജോലി, ആ സാഹചര്യം, ആ രാജ്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ സ്ഥലം ചേരുന്നതിനെ ദൈവം നമുക്ക് ചേർത്ത് വയ്ക്കും. ചേരുന്നത് തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ചേരുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. പലതും എനിക്കൊട്ടും ചേരുന്നില്ല, ഇത് വേണ്ടായിരുന്നു, ഇതൊരു സുഖമില്ല, ഇതൊരു സന്തോഷമില്ല, വേണ്ടായിരുന്നു, ഒരു എടുത്തുചാട്ടമായി പോയി ചിന്തിക്കുന്നുണ്ടോ? മനസ്സ് പ്രയാസപ്പെട്ടാണോ ഇരിക്കുന്നത്? വേദനയോടെയാണോ ഇരിക്കുന്നത്? ഇങ്ങനൊരു ജീവിതമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇങ്ങനൊരു കാര്യമല്ല ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ആഗ്രഹിച്ചതൊന്ന് ലഭിച്ചതോ വേറൊന്ന് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല എൻ്റെ ജീവിതം, എൻ്റെ സാമ്പത്തികം, എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാണ്, ആ കരുതലിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇന്നുണ്ടാകട്ടെ. ഞാൻ ഇന്നൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ ഇന്നൊരു വിടുതലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ ഇന്നൊരു ദൈവീകമായൊരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശ്വസിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, ഈ ദിവസം വരെ നിയോഗത്തോടെ പ്രാർത്ഥിച്ച സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനം അയച്ചു കൊടുത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവം ഇടപെട്ടതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന വീടിനെ, ആ ഇടത്തെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു ദോഷവും ഒരു തിന്മയും ഒരു അനർത്ഥവും വരാതെ ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ ദൈവം നടത്തി തരട്ടെ. ഇന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഒരത്ഭുതം കാണാനിടവരട്ടെ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിലയുള്ളതായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളുടെ മേൽ സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ,
ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ മേൽ ഒരത്ഭുതം ഉണ്ടാകട്ടെ, ഒരു വഴി തുറക്കാനിടയാകട്ടെ. വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവരെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഭയപ്പെടുന്നവരെ ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിയിടങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വളർത്തുമൃഗങ്ങൾ, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുന്നവരെ, അഗതി മന്ദിരങ്ങളിലായിരിക്കുന്നവരെ, ഓട്ടിസം പോലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഹരിക്കും മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കതിൽ നിന്ന് പുറത്തു വരുവാൻ, വിടുതൽ ഉണ്ടാകുവാൻ, രക്ഷപ്പെടാൻ, നന്നായി ജീവിക്കാൻ ഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ കഴിയുന്നവരെ ഓർക്കുന്നു. കടബാധ്യതകൾ മാറട്ടെ, ആ സ്ഥലം വിൽക്കാനിടയാകട്ടെ, ആ പുതിയ വീട് സ്ഥലവും മേടിക്കാനിടവരട്ടെ. മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗത്തിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച്, വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങളും പല പ്രാവശ്യം കേൾക്കണം. ഈ വചനം അനുഗ്രഹമാ. ചേരുന്നത് നിങ്ങൾക്ക് തരാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് കരുതിയിട്ടുണ്ട്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ സ്വർഗത്തിലെ നല്ല ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.